ഹോർമുസ് നിയന്ത്രണം ശക്തമാക്കാൻ ഇറാൻ തീരുമാനിച്ചു. സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ ഒരു സായുധ സംഘം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രധാന ചർച്ചകൾ ആരംഭിച്ചതോടുകൂടിയാണ് ഈ മേഖല ഭാവിയിൽ അമേരിക്ക അടക്കമുള്ള സംഘം ലക്ഷ്യമാക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട നിയന്ത്രണം കഠിനമാക്കാൻ വേണ്ടിയിട്ട് ഇറാൻ തീരുമാനിച്ചു എന്നും ഈ വിവരത്തോടുകൂടി IRGCക്ക് മുൻപിൽ അമേരിക്ക വിയർത്തൊലിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം അമേരിക്ക ആക്രമിച്ചാൽ തിരിച്ച് ആക്രമിക്കുന്ന രീതിയാണ് സാധാരണഗതിയിൽ ഇറാൻ ചെയ്യാറുള്ളത് എങ്കിൽ ഇപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ അമേരിക്കയുടെ ആക്രമണത്തിനൊന്നും ഒരു കാത്തു നിൽക്കുന്നില്ല. ഇന്നത്തെ ആക്രമണം ബഹ്റൈനും കുവൈത്തിനും നേരിട്ട് കൊണ്ട് അമേരിക്കയുടെ ആക്രമണം ഇല്ലാതെ തന്നെ ഇറാൻ ആക്രമിച്ചു എന്നൊരു പ്രത്യേകതയുണ്ട്. അമേരിക്കയുടെ സൈനിക ബേസ് തെരഞ്ഞു പിടിച്ച് ആക്രമിച്ച് തകർക്കുന്ന പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചുരുക്കം. യുദ്ധം 6ാമത്തെ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള ഒരു വിജയം അവകാശപ്പെടാനില്ലാതെ നാണം കെട്ടിരിക്കുന്ന ഒരു അമേരിക്കയും ഇസ്രായേലിനെയുമാണ് ലോകം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ചുരുക്കം. അതിനു പുറമെ ആയിട്ട് മിഡ് ടേം എലക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിൻ്റെ അധികാരവുമായിട്ട് ബന്ധപ്പെട്ട് നവംബർ മാസത്തിലാണ് ഒരു ഇലക്ഷൻ കൂടി അമേരിക്കയിൽ വരുന്നത്. ഈ ഇലക്ഷനിൽ ട്രംപ് പരാജയപ്പെടുകയാണെങ്കിൽ അയാൾക്ക് പ്രസിഡന്റ് സ്ഥാനം തെറിച്ചു പോവുക എന്നുള്ളതല്ല, അദ്ദേഹത്തിനുള്ള അധികാരത്തിൽ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ വരും. നേരിട്ട് കൊണ്ട് പല കാര്യങ്ങളും തീരുമാനിക്കാൻ പറ്റാത്ത വിധമുള്ള ഒരു നിയമവ്യവസ്ഥയാണ് മിഡ് ടേം എലക്ഷൻ എന്ന് പറയുന്നത്. അതിൽ അമേരിക്കൻ കോൺഗ്രസിനായിരിക്കും സമ്പൂർണ്ണമായിരിക്കുന്ന അധികാരമുള്ളത്. അഥവാ ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിക്കുകയോ ആ രാജ്യത്തിൽ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടുകയോ ചെയ്യണമെങ്കിൽ ഇവിടെ ഈ പാർലമെൻറ്റിൽ എന്ത് ചെയ്യണം? ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അമേരിക്കൻ കോൺഗ്രസിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ രാജ്യത്തിൻ്റെ പ്രസിഡന്റിന് അതിൽ ഇടപെടാൻ പറ്റൂ. എന്നാൽ നിലവിൽ തുടരാനാണെങ്കിൽ, അതായത് ട്രംപ് ഈ ഇലക്ഷനിൽ വിജയിക്കുകയാണെങ്കിൽ ട്രംപിന് തന്നെ നേരിട്ട് കൊണ്ട് പല കാര്യങ്ങളും തീരുമാനിക്കാൻ അമേരിക്കയുടെ ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്നു. അപ്പോൾ നോക്കുന്ന സമയത്ത് ആ ഇലക്ഷനിൽ നിലവിലെ സാഹചര്യത്തിൽ ട്രംപ് ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാര്യം നല്ലൊരു ശതമാനം 60% അമേരിക്കക്കാരും നിലവിൽ നടക്കുന്ന ഈ യുദ്ധത്തിന് എതിരാണ്. ഏറെക്കുറെ കുറഞ്ഞ ഭാഗം നിഷ്പക്ഷമുണ്ട് എന്നല്ലാതെ 10% താഴെ മാത്രമേ അമേരിക്കയുടെ പ്രസിഡന്റായിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിനെ പിന്തുണക്കുന്ന രാഷ്ട്രീയ പാർട്ടി പോലും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അയാളെ പിന്തുണക്കുന്നുള്ളൂ എന്നുള്ളത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പോൾ മധ്യസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൃത്യമായിരിക്കുന്ന ഒരു പ്ലാൻ സംവിധാനം ഇറാൻ അമേരിക്കൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഇല്ല. ഒരു കൃത്യമായിരിക്കുന്ന ഒരു ലക്ഷ്യം അമേരിക്കക്കുമില്ല. ഏതെങ്കിലും തരത്തിൽ ഇറാനെ പരാജയപ്പെടുത്തണം എന്നൊക്കെ ഇങ്ങനെ വീമ്പ് പറയാമെന്നല്ലാതെ ഏത് റൂട്ടിലൂടെ പോയി ഏതൊക്കെ തരത്തിൽ യുദ്ധം ചെയ്താലാണ് ഇറാനെ പരാജയപ്പെടുത്തുക എന്നുള്ള ഒരു സന്ദേശം പറയാൻ, അല്ലെങ്കിൽ അത്തരം ഒരു മുന്നറിയിപ്പുകൾ സൈനികർക്ക് നൽകാൻ വേണ്ടിയിട്ട് ട്രംപിന് സാധിക്കുന്നില്ല. സൈനികരുടെ ഭാഗത്തോളം അവർക്ക് ട്രംപിനോട് പറയാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇന്ന റൂട്ടിലൂടെ പോയാൽ ഇന്ന രീതിയിലെത്തും, ഇന്ന തരത്തിലാണ് ജയിക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ള ഒരു പ്രത്യേകപരമായിരിക്കുന്ന ഒരു ഐഡിയയും ഇല്ലാത്തൊരു യുദ്ധമാണ് ഇപ്പം നടക്കുന്നത് എന്ന് ചുരുക്കം. അമേരിക്കയുടെ കരാർ ലംഘനവുമായിട്ട് ബന്ധപ്പെട്ട് അഥവാ 13 ദിവസത്തോളം തുടർച്ചയായ രീതിയിലായിരുന്നു യുദ്ധം ഉണ്ടായിരുന്നത്. അതിനു മുൻപ് നീണ്ട ഒരു ഇടവേളയുണ്ടായിരുന്നു. ആ ഇടവേള ജൂലൈ മാസം 8-ാം തീയതിയാണ് പൊട്ടുന്നത്. ജൂലൈ മാസം 8-ാം തീയതി ഹോർമുസിൻ്റെ ഒമാൻ്റെ തീരം ചേർന്നുകൊണ്ട് സമാന്തര പാതയിലൂടെ സൗദി അറേബ്യയുടെയും ഖത്തറിൻ്റെയും എണ്ണക്കപ്പൽ കടത്താൻ വേണ്ടി ബ്ലാക്കായിട്ട് അമേരിക്ക ശ്രമിച്ചത് IRGC കണ്ടെത്തി ആ കപ്പലിനെ തകർത്തോടു കൂടിയിട്ടാണ് അടുത്ത ഘട്ടത്തിലെ യുദ്ധം ആരംഭിച്ച ചുരുക്കം. അഥവാ 8-ാം തീയതി 9-ാം തീയതി ഒക്കെ എന്ന് പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിവസമായിരുന്നു. അവിടെ ആത്മീയ നേതാവായിരിക്കുന്ന ആയത്തുള്ള അലി ഖംനായിയെ അടക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യം ഒന്നടങ്കം ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അമേരിക്ക ഈ കൊടുംചതി ചെയ്തത് എന്ന് ചുരുക്കം. അതിന് തിരിച്ചടി നൽകി. ഇപ്പോൾ ഹോർമുസിൻ്റെ നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ എങ്ങനെ വരുന്നുണ്ടെന്നറിയോ? അത് മറ്റൊരു തലത്തിലേക്കാണ് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വിചാരിക്കുന്ന റൂട്ടിലൂടെ നല്ല സഞ്ചരിക്കുന്ന ചുരുക്കം. സൗദിയുടെ നാവിക സഖ്യം ഒപ്പുവെച്ചിരിക്കുന്ന 14 രാജ്യങ്ങളുമായിട്ട് ഒപ്പുവെച്ചിരിക്കുന്ന കരാർ വ്യവസ്ഥയിൽ അവർ പറയുന്നത് ചെങ്കടൽ ബാബുൽ മന്ദബ്, ഇതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഉള്ള വിഷയം.
അപ്പോൾ ചെങ്കടൽ കടന്ന് ബാബുൽ മന്ദബ് കഴിഞ്ഞിട്ട് വേണം മറ്റുള്ള കടലിടുക്കിലേക്ക് പ്രവേശിക്കാൻ. വേറൊന്നും വിഷയമല്ല, ബാബുൽ മന്ദബ് ഹൂത്തികളുടെ നിയന്ത്രണത്തിലാണ്. ചെങ്കടലിൻ്റെ മർമ്മപ്രധാനമായിരിക്കുന്ന ഭാഗവും ഹൂത്തികളുടെ നിയന്ത്രണത്തിലാണ്. ഇവരുടെ അനുവാദമില്ലാതെ ആ മേഖലയുടെ കപ്പൽ സഞ്ചാരം നടത്താൻ വേണ്ടി സാധിക്കുകയില്ല. അപ്പോൾ അമേരിക്ക ഇത് വളരെ കൃത്യതയോടുകൂടി രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കും. അഥവാ ചെങ്കടലും ബാബുൽ മന്ദബുമായി ബന്ധപ്പെട്ട മേഖലയിലൂടെ സ്വതന്ത്ര സഞ്ചാരത്തിന് വേണ്ടി 14 രാജ്യങ്ങളടക്കമുള്ള ഒരു സംവിധാനം സൗദി അറേബ്യ രൂപീകരിച്ചത് ഇവിടെ നിന്നുള്ള ഹൂത്തികളെ ഒതുക്കുക എന്നുള്ളതാണ്. ഹൂത്തികളെ ഒതുക്കുക എന്ന് പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിലുള്ള ഇറാൻ്റെ വലങ്കൈ മുറിഞ്ഞു പോകുന്നതിന് തുല്യമാണ് ഹൂത്തികൾ ഇല്ലാതാവുക എന്നുള്ളത്. അങ്ങനെ ചെങ്കടലും ബാബുൽ മന്ദബുമായി ബന്ധപ്പെട്ട മേഖലയിലും അവരുടെ ഇഷ്ടം, അതായത് അമേരിക്ക മുന്നോട്ട് വെക്കുന്ന അല്ല അമേരിക്കയുടെ സൗദി അറേബ്യയുടെ നിലപാടിനനുസരിച്ച് നീങ്ങാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ പിന്നീട് അത് ഹോർമുസ് കടലിലേക്ക് പറിച്ചു നടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് രാഷ്ട്രീയമായും സാമ്പത്തികമായും ഇറാനെ ക്ഷയിപ്പിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കും. അതായത് പിന്നാമ്പുറം കഥയും തിരക്കഥയും സംഭാഷണം ചെയ്യുന്നത് അമേരിക്കയും അഭിനയിക്കുന്ന സൗദി അറേബ്യയുമാണ് എന്ന തരത്തിൽ കൂടി ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായം പറയുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലോ ഉദ്ദേശിക്കുന്ന നിലപാടിനനുസരിച്ചോ ഒന്നുമല്ല കാര്യങ്ങൾ പോകുന്നത്. കാര്യങ്ങളെല്ലാം വ്യതിചലിച്ചു കൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അനുമാനം. അപ്പോൾ അതോടനുബന്ധിച്ച് മറ്റൊരു വിഷയം ഇപ്പോൾ വന്നിരിക്കുന്നത് കുവൈത്തിലും ജോർദാനിലും ഇന്നത്തെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ തുടർച്ചയായ രീതിയിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. 14 രാജ്യങ്ങൾ ഈ മേഖലയിൽ, അതായത് സൗദി നാവിക സഖ്യത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിലും സൈനികരെ അയക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഒരു കരാർ വ്യവസ്ഥ ഒരു കടലാസിൽ ഒപ്പുവെച്ച് എന്നതല്ലാതെ മറ്റൊരു പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിലെ സാഹചര്യത്തിൽ ഈ രാജ്യങ്ങളിൽ സാധിക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യതയോടുകൂടി മുൻഭാഗവും പിൻഭാഗവും യഥാർത്ഥത്തിൽ ഭാവിയിൽ വരാൻ പോകുന്ന സംഭവം ശത്രുവിൻ്റെ ശക്തിയും അതിൻ്റെ ഫലവും തങ്ങൾക്ക് ആഘാതം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രതിരോധിക്കാനുള്ള സംവിധാനത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ തീർച്ചയായിട്ടും ആലോചിക്കും. ഈ ആലോചനയ്ക്ക് ഒരു അന്തം കിട്ടാത്തത് കൊണ്ട് അല്ല അവസാനം കിട്ടാത്തത് കൊണ്ടാണ് ഒമാനും UAEയും ഇതിൽ നിന്ന് മാറി നിന്നത്. ബാക്കിയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കുവൈത്തും ബഹ്റൈനും ഓൾറെഡി യുദ്ധത്തിലാണ്. അവർ പിന്നെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞതിൽ വലിയ പ്രത്യേകത ഒന്നുമില്ല. മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഇതിനെ പിന്തുണയ്ക്കുന്ന സമയത്ത് അവർക്കെതിരെ ഇറാൻ ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ സംയുക്തമായ രീതിയിൽ 14 രാജ്യത്തിന് ഇറാൻ ആക്രമിക്കാനും സാധിക്കില്ല. ഈ പറയപ്പെട്ട രാജ്യങ്ങൾ ഏറെക്കുറെ ഇറാൻ ആക്രമിച്ചതാണ്, ഇപ്പം ആക്രമിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ വരുന്ന സമയത്ത് തങ്ങൾ ശത്രുവാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു സംവിധാനമായിട്ടായിരിക്കും ഈ 14 രാജ്യം പിന്നീട് ഇറാൻ വിലയിരുത്തുന്നത്. അങ്ങനെ വിലയിരുത്തുന്ന സമയത്ത് അവർക്ക് അതിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടാകും എന്ന കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് ഈ രാജ്യങ്ങളൊന്നും സൈനികമായ രീതിയിൽ ഏതെങ്കിലും ഇടപെടലുകൾ നടത്താനോ നാവികപരമായ രീതിയിൽ കപ്പലിനെ അയക്കാനോ അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഇങ്ങനെ 43ഓളം രാജ്യങ്ങൾ ചേർന്നുള്ള ഒരു മീറ്റിംഗ് റിയാദിൽ കൂടിയിരുന്നു. ആ കൂടിയിരിക്കുന്നതിൽ 13 ആൾക്കാർ ഇതിനോട് സഹകരിച്ചിട്ടുണ്ട്, ബാക്കിയുള്ള സഹകരിച്ചിട്ടില്ല. സഹകരിക്കാത്ത രാജ്യങ്ങളുടെ ലിസ്റ്റ് കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ല, സഹകരിച്ച കാര്യങ്ങളുടെ ലിസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഏത് തരത്തിലുള്ള സഹകരണം എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക എന്നതിനെക്കുറിച്ചുള്ള ഒരു ഏകോപനം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. ഇനി മറ്റൊരു രീതി പറയുന്ന സമയത്ത് നമ്മുടെ ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, അതും ഇപ്പോൾ ഒരു പരിഹാരം ഉണ്ടാവാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഗസ എന്ന് പറയുന്നത് ഈജിപ്തും തുർക്കിയും ഖത്തറിലും കൂടി സംയുക്തമായ രീതിയിൽ പല ഘട്ടമായിട്ട് നടത്തിയിരിക്കുന്ന മധ്യസ്ഥ ചർച്ചയോടനുബന്ധിച്ചാണ് പ്രശ്നത്തിൽ പരിഹാരം താൽക്കാലികമായിട്ട് എങ്കിലും ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ ഹമാസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ട്രംപ് പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമായ രീതിയിൽ ആയുധങ്ങൾ അടിയറ വെച്ചുകൊണ്ട് ഹമാസ് കീഴടങ്ങണം, അല്ലെങ്കിൽ അടിയറ വെക്കണം എന്നുള്ളതാണ്. ഹമാസ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ആയുധം വെക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല, ഇസ്രായേലിൻ്റെയോ അമേരിക്കയുടെ കൈവശത്തിൽ വെക്കില്ല. ഒരു സ്വതന്ത്രമായിരിക്കുന്ന അറേബ്യൻ അതോറിറ്റി ഗസ ഭരിക്കണം. ആ ഭരിക്കുന്ന സംവിധാനത്തിന് തങ്ങൾ ആയുധങ്ങൾ നൽകും. ആ സംവിധാനത്തിൽ തങ്ങളുടെ പ്രതിനിധികൾ ഉണ്ടാവുകയും വേണം. അങ്ങനെയും കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് തരത്തിലാണെങ്കിലും ഗസയെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള 23 ലക്ഷം ആളുകളും ഹമാസിനെ പിന്തുണക്കുന്നവരോ ഹമാസ് അവരെ പിന്തുണക്കുന്നവരോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബന്ധമുണ്ട്. അപ്പോൾ ഹമാസ് എന്ന് പറയുന്ന ഗസ എന്ന് പറയുന്ന പ്രദേശത്തുള്ള പാലസ്തീനുകളെ ഒഴിവാക്കിയിട്ടുള്ള ഒരു ഭരണ സംവിധാനം അവിടെ വരികയില്ല എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ വരുന്ന സമയത്ത് അതിൽ പങ്കാളിത്തം വഹിക്കാൻ വേണ്ടിയിട്ട് ഹമാസിന് സാധിക്കും എന്നവർ കണക്കൂട്ടുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഘട്ടം ഘട്ടമായിട്ട് പിന്മാറുമെന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേലിന് മറുപടി പറഞ്ഞിട്ടില്ല. എന്നാൽ ഹമാസ് അതിൻ്റെ തുടർച്ചയായ രീതിയിൽ പറയുന്നത് പൂർണ്ണമായ രീതിയിൽ
പിന്മാറ്റം ഉണ്ടാവും എന്ന് ഉറപ്പുവരുത്തുക മാത്രമല്ല, അത്തരം പിന്മാറ്റം പൂർത്തീകരിക്കുന്ന സമയത്ത് മാത്രമേ പൂർണ്ണ തോതിൽ ഹമാസ് ആയുധം വെച്ചിട്ട് കീഴടങ്ങുക വെച്ചാൽ ആയുധം വെക്കുക എന്നുള്ളതാണ്, അല്ലാതെ കീഴടങ്ങുക എന്നുള്ളതല്ല. അങ്ങനെ ചെയ്യും എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു രൂപത്തിലെത്തിക്കാൻ വേണ്ടി ഈ കാര്യത്തിലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സാധിച്ചിട്ടില്ല എന്നൊരു നിരാശ യഥാർത്ഥത്തിൽ അയാൾക്ക് തന്നെ ഉണ്ട് എന്ന് കൂടി നമ്മൾക്ക് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അഥവാ ഓർമുസിലേക്ക് എത്തുന്ന രീതിയിൽ ചെങ്കടൽ വഴി വളഞ്ഞും തിരിഞ്ഞുമൊക്കെ ഇവിടെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട്. ഇറാൻ്റെ മഹാൻ എയർവേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇറാൻ്റെ എയർവേസാണ് മഹാൻ എയർവേസ് എന്ന് പറയുന്നത്. അതിന് മറ്റ് ലോകരാജ്യങ്ങളിൽ ഉപരോധം ഏർപ്പെടുത്തുന്ന രീതിയിലേക്കുറിച്ച് അമേരിക്ക ആലോചിക്കുന്നു. ആ വിമാനത്തിൽ യാത്രക്കാർ കയറുകയോ ആ വിമാനത്തിൽ യാത്രക്കാർ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല, അഥവാ മഹാൻ എയർവേസിനെ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് സാമ്പത്തികമായ രീതിയിൽ ഞെരുക്കാനുള്ള പ്രവർത്തനമാണ് അമേരിക്ക ആരംഭിച്ചത്. അതിനെ അതിജീവിക്കാനുള്ള എല്ലാ കരുത്തും ഇറാൻ നേടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിൽ യഥാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രായേലും ഇപ്പോഴും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുകൂടി നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.